ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാം. അപ്പം ആ ഒരു റിവിഷനിലേക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ജയിൽ വകുപ്പിൻ്റെ ടോപ്പിക്കുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്സിൽ 5 മാർക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ. അപ്പോൾ അതിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പാർട്ട് 1 and 2 ആയിട്ട് നമ്മൾ 2 വീഡിയോസ് വരുന്നതായിരിക്കും. ഒരു ഓവറോൾ സിലബസ് കവറേജ് അതിൽ നമ്മൾ നിങ്ങൾക്ക് എൻഷുർ ചെയ്യുന്നതായിരിക്കും. സോ ഒട്ടും സമയം കളയാതെ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന രൂപീകരണത്തോടെ ജയിൽ വകുപ്പ് നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും? കേരള സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അതേ വർഷം തന്നെയാണ് നമ്മുടെ ജയിൽ വകുപ്പും ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം ഉത്തരമായിട്ട് വരുന്നത് 1956 ആണ്. ഓക്കെ, 1956 നവംബർ 1. ഓക്കെ, 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകൃതമായതോടെയാണ് ജയിൽ വകുപ്പ് സ്ഥാപിതമായത് എന്നുള്ളത് ഓർത്തിരിക്കാം. 1861 സ്ഥാപിതമായ പ്രിൻസിപ്പൽ ജയിലാണ് പിന്നീട് തിരുവനന്തപുരം സെൻട്രൽ ജയിലായിട്ട് മാറുന്നത് എന്നുള്ള ഓർത്തിരിക്കണം. ജയിൽ വകുപ്പിൻ്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 1862-63 കാലത്താണ്. ഓക്കെ, ആദ്യമായിട്ട് ജയിൽ വകുപ്പുകളെ കുറിച്ചുള്ള രേഖകളും കാര്യങ്ങളൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1862-63 സമയത്താണെന്നുള്ള ഓർത്തിരിക്കാം. നിലവിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് ആണ് വകുപ്പ് തലവൻ. അതായത് നമ്മൾ ജയിൽ DGP എന്നൊക്കെ പറയുന്ന ആളാണ് നമ്മുടെ വകുപ്പിൻ്റെ തലവനായിട്ട് വരുന്നത് എന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണെന്നാണ്. ഏതായിരിക്കും? കോഴിക്കോട് ജില്ല ജയിലാണ് സ്പെഷ്യൽ സബ് ജയിലായിട്ട് അറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലാ ജയിലാണ് ഏറ്റവും പഴക്കം ചെന്ന കേരളത്തിലെ ജയിൽ എന്നുള്ള ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം എന്തായാലും വരും. ഓക്കെ, 1861 സ്ഥാപിതമായ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ എന്നുള്ള ഓർത്തിരിക്കാം. 1969 ഈ ജയിലിനെ ജില്ലാ ജയിലായിട്ട് ഉയർത്തി എന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലാണ്. 1869 സമയത്താണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ, 1869 കണ്ണൂർ സെൻട്രൽ ജയിൽ നിലവിൽ വന്നിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക. ആയിലും തിരുനാളിൻ്റെയൊക്കെ സമയത്താണ്. പക്ഷേ അന്നേരം മലബാർ പ്രൊവിൻസ് ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, തിരുവനന്തപുരം സെൻട്രൽ ജയിൽ 1873 സെൻട്രൽ ജയിലായിട്ട് ഉയർത്തപ്പെട്ടത് എന്നുള്ള ഓർത്തിരിക്കാം. വിയൂർ സെൻട്രൽ ജയിൽ 1914 ഓക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയത്, അതായത് ഇന്നത്തെ സ്ഥലത്തേക്കൊക്കെ വന്നിട്ടുള്ള എന്നുള്ള ഓർത്തിരിക്കാം. സോ അത്രയും മൊത്തത്തിൽ നമുക്ക് 4 സെൻട്രൽ ജയിൽസ് ആണുള്ളത്. അതിൻ്റെ ആദ്യത്തേതായിട്ട് വന്നിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിലാണ് എന്നുള്ളതും കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അടുത്ത കേരളത്തിലെ രണ്ടാമത്തെ പഴക്കം ചെന്ന ജയിലും ആദ്യത്തെ സെൻട്രൽ ജയിലും ഏതാണ്? അത് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലാണ്. 1869 എന്നുള്ള ഓർത്തിരിക്കുക. സോ ഇതാണ് രണ്ടാമത്തെ പഴക്കം ചെന്ന ജയിൽ. 1861 വന്ന കോഴിക്കോട് ജയിലാണ്, അല്ലെങ്കിൽ ജില്ലാ ജയിൽ ആണ് നമ്മുടെ ആദ്യത്തെ ജയിൽ, പഴക്കം ചെന്ന ജയിൽ എന്നുള്ളത് ഓർത്തിരിക്കുക. 1861 അതിൻ്റെ സമയം എന്നുള്ളതും ഓർത്തിരിക്കണം. ഓക്കെ, 1869 കണ്ണൂർ സെൻട്രൽ ജയിൽ സ്ഥാപിക്കപ്പെട്ടെന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന് പിന്നീട് ഒരു ബോർസ്റ്റൽ സ്കൂളും വനിതാ ബ്ലോക്കും പ്രവർത്തനം ആരംഭിച്ചു. എന്താണ് ബോർസ്റ്റൽ സ്കൂൾ? അതായത് ഒരു യൂത്ത് ഡിറ്റൻഷൻ സെൻറ്റർ പോലെ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ അഡൽട്ട് ഏജിലുള്ള മീൻസ് ലോയ്ക്കെതിരെ നിന്നിട്ടുള്ള ആൾക്കാരെ കറക്ഷനിലൂടെ തിരുത്തി കൊണ്ടുവരാനൊക്കെ ഉള്ള സ്കൂളുകളെയാണ്, അല്ലെങ്കിൽ സെൻറ്റേഴ്സിനെയാണ് നമ്മൾ ബോർസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത്. അത് കണ്ണൂർ സെൻട്രൽ ജയിലുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിലുള്ള എന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, 2009 കണ്ണൂരിൽ ഒരു വിമൻ പ്രിസൺ കൂടി സ്ഥാപിക്കപ്പെട്ടു എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം സ്ഥിതി ചെയ്യുന്നത്, അതായത് കണ്ണൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് പറയുമ്പം പള്ളിക്കുന്നിലാണ് എന്നുള്ള ഓർത്തിരിക്കുക. അതാണ് സ്ഥലം. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ ജയിൽ എവിടെയാണ് സ്ഥാപിച്ചത്? ആദ്യത്തെ ഓപ്പൺ പ്രിസൺ ജയിൽ എവിടെയാണ് സ്ഥാപിച്ചതെന്നുള്ളതാണ്. നെട്ടുകാൽ തേരി, തിരുവനന്തപുരത്താണ്. നെട്ടുകാൽ തേരിയിലാണ് അത് സ്ഥാപിക്കപ്പെട്ടതെന്നുള്ള ഓർത്തിരിക്കുക. 1962 അതിൻ്റെ വർഷം എന്നുള്ളതും ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1962 തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ് ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിച്ചത്. രണ്ടാമത്തെ ഓപ്പൺ പ്രിസൺ 2007 കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണെന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, നിലവിൽ കേരളത്തിൽ 3 ഓപ്പൺ പ്രിസൺ കറക്ഷൻ സെൻറ്റേഴ്സാണ് നമുക്കുള്ളത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ പൂജപ്പുരയിലെ വുമൺ ഓപ്പൺ പ്രിസൺ സെൻറ്റർ ആണെന്നുള്ള ഓർത്തിരിക്കാം. സോ അങ്ങനെ 3 ഓപ്പൺ പ്രിസൺ സെൻറ്റേഴ്സാണ് നമുക്കുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തേത് 1962 നെട്ടുകാൽ തേരി തിരുവനന്തപുരം, 2007 കാസർഗോഡ് ചീമേനിയിൽ രണ്ടാമത്തെ പ്രിസണും, പൂജപ്പുരയിലാണ് വുമൺ ഓപ്പൺ പ്രിസൺ ആയിട്ട് മൂന്നാമത്തേത് വന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, കേരളത്തിലെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, പൂജപ്പുരയാണ്. ഓക്കെ, 2012 പൂജപ്പുരയിലെ ആദ്യ വനിതാ ഓപ്പൺ പ്രിസൺ സ്ഥാപിച്ചതെന്നുള്ള ഓർത്തിരിക്കുക. ആദ്യത്തെ വനിതാ ജയിൽ 1990 നെയ്യാറ്റിൻകരയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇത് രണ്ട് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം, അതായത് തെറ്റിപ്പോകാൻ പാടില്ല. വനിതാ ജയിലാണ്, അതായത് നമ്മളിപ്പം സാധാരണ ജയിലൊക്കെ പറയുന്നത് വനിതകൾക്ക് മാത്രമായിട്ടുള്ള ജയിലാണ് 1990 നെയ്യാറ്റിൻകരയിൽ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള ഓർത്തിരിക്കാം. പക്ഷേ വനിതകൾക്ക് വേണ്ടിയുള്ള ഓപ്പൺ പ്രിസൺ സ്ഥാപിക്കപ്പെട്ടത് 2012 പൂജപ്പുരയിലാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, തെറ്റാൻ പാടില്ല. മറ്റു വനിതാ ജയിലുകൾ എന്ന് പറയുന്നത് കണ്ണൂരിലും തൃശ്ശൂരിലായിട്ട് ഇപ്പോൾ ഉണ്ടെന്നുള്ള ഓർത്തിരിക്കും. മൊത്തം 3 വനിതാ ജയിൽസ് നമുക്കുണ്ട്. ഓപ്പൺ പ്രിസൺ ഒരെണ്ണേ ഉള്ളൂ, അത് പൂജപ്പുരയിലാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, സോ ആദ്യത്തെ വനിതാ ജയിൽ സ്ഥാപിക്കപ്പെട്ടത് 1990 നെയ്യാറ്റിൻകരയിലാണ് എന്നുള്ളതും കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകണം. ഓക്കെ,
സോ അടുത്ത ക്വസ്റ്റ്യൻ, ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സിക്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. എവിടെയാണ്? പൂജപ്പുരയിലാണെന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, 1957 പൂജപ്പുരയിൽ സ്ഥാപിതമായ ജയിൽ ട്രെയിനിങ് സ്കൂളാണ് എന്നുള്ള ഓർത്തിരിക്കുക. എന്താണ് സിക്ക എന്നുള്ളതാണ്. അതിൻ്റെ ഫുൾ ഫോം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. 1988 അതിൻ്റെ പേര് മാറ്റം വന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അതാണ് അതിൻ്റെ സിക്ക എന്ന് പറഞ്ഞതിൻ്റെ ഫുൾ ഫോം എന്നുള്ളത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് സിക്ക എന്ന് പുനർനാമകരണം ചെയ്തത് 1988 എന്നുള്ള ഓർത്തിരിക്കാം. 1957 പൂജപ്പുരയിലാണ് അത് നിലവിൽ വന്നതെന്നുള്ളതും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ സിക്കയുടെ എക്സ്റ്റൻഷൻ സെൻറ്ററുകൾ 2010 നിലവിൽ വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ജയിൽ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ അടിസ്ഥാന പരിശീലനം, തുടർ പരിശീലനം ഇവിടെ നൽകുന്നു. അതായത് ജയിലിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, കുറ്റവാളികളുടെ എങ്ങനെ പെരുമാറണം, സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പം അതൊക്കെ അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് സെൻറ്റേഴ്സാണ് ഈ സിക്ക എന്നൊക്കെ പറയുന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ അതിസുരക്ഷാ ജയിൽ എവിടെയാണെന്നാണ് ചോദ്യം. നമ്മൾ ന്യൂസിലൊക്കെ എപ്പോഴും കേൾക്കുന്നതായിരിക്കും അല്ലേ. ഇപ്പോൾ ഗോവിന്ദചാമിയുടെ ഒക്കെ ഇഷ്യൂ വന്നപ്പം നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുള്ള അങ്ങോട്ട് മാറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സോ അത് വിയ്യൂരാണ്. ഓക്കെ, സോ എപ്പോഴും ന്യൂസിൽ വരുന്നതാണ്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കണം, ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ വിയ്യൂരാണെന്നുള്ള ഓർത്തിരിക്കാം. 2019 വിയ്യൂരിലാണ് ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ പ്രവർത്തനം ആരംഭിച്ച അതീവ സുരക്ഷാ മുൻകരുതലുകൾ ആവശ്യമുള്ള കുറ്റവാളികളാണ് ഇവിടെ പാർപ്പിക്കുന്നത് ഓർത്തിരിക്കാം. തൃശ്ശൂർ ജില്ലയിലെ വിയ്യൂരിലാണ് എന്നുള്ള ഓർത്തിരിക്കുക. വിയ്യൂർ തൃശ്ശൂർ ജില്ലയിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് അന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണെന്നാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. തവനൂർ, മലപ്പുറത്തുള്ള തവനൂർ 2022 ഇത് ഉദ്ഘാടനം ചെയ്തത്. സോ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ജൂൺ 12 അതിൻ്റെ ഡേറ്റ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡേറ്റിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ള ഓർത്തിരിക്കുക. സോ നമുക്ക് ആദ്യമേ നമുക്കിപ്പോൾ സ്റ്റേറ്റിൽ മൊത്തത്തിൽ 4 സെൻട്രൽ ജയിൽസ് ആണ്. ബാക്കിയെല്ലാം തന്നെ കേരള ഫോർമേഷൻ മുന്നേ സ്ഥാപിക്കപ്പെട്ടതാണ് അല്ലേ. ഇപ്പം കണ്ണൂരായാലും പൂജപ്പുരയായാലും വിയ്യൂരായാലൊക്കെ നമ്മുടെ 1956 മുമ്പേ തന്നെ സ്ഥാപിക്കപ്പെട്ടതാണ്. അതിന് ശേഷം ആദ്യമായിട്ട് വന്ന സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞത് 2022 റീസെൻ്റ്ലി ആണ് തവനൂർ മലപ്പുറത്താണ് എന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇത് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഓക്കെ, മലപ്പുറം ജില്ലയിലെ തവനൂരാണ്. ഇതാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ ഒക്കെ തീരത്താണ് എന്നുള്ള ഓർത്തിരിക്കുക. 2022 പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, സോ ജസ്റ്റ് നോർമൽ ഉണ്ടാവണം. ഇനി കേരള ജയിൽ വകുപ്പിൻ്റെ തലവൻ ആരാണെന്നാണ് ചോദ്യം. DGP ജയിലാണ് അല്ലേ. ഓക്കെ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ ആൻഡ് കറക്ഷൻ ജയിൽ. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോം അതാണ്. സോ അത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. DGP ജയിലാണെന്നുള്ള ഓർത്തിരിക്കാം. ശരിയായ ഉത്തരം ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് എന്നുള്ളതാണ്. ഓക്കെ, തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ് ജയിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ് ജയിലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. പൂജപ്പുരയിലാണ് എന്നുള്ള ഓർത്തിരിക്കാം. പുതിയ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ IPS ആണ് എന്നുള്ള ഓർത്തിരിക്കാം. ബൽറാം കുമാർ ഉപാധ്യായ IPS ആണ് എന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതും ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, സോ അടുത്ത് ജയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് AP ഉദയഭാനു കമ്മീഷൻ നിലവിൽ വന്ന വർഷം അല്ലെങ്കിൽ കാലയളവ് ഏതാണെന്നാണ് ചോദ്യം. 1991 to 1993 വർഷങ്ങളിലാണ് ഇത് വന്നിട്ടുള്ളത്. ജയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് AP ഉദയഭാനു കമ്മീഷൻ വന്ന വർഷമാണ് 1991 to 1993 ആണ് എന്നുള്ള ഓർത്തിരിക്കാം. നമുക്ക് കൃത്യമായിട്ട് ജയിലിൽ എന്തൊക്കെ റിഫോർമേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ്. നമുക്ക് 2 ജയിൽ കമ്മീഷൻസ് ആണ് പൊതുവെ പഠിക്കാനുള്ളത്. പിന്നീട് വന്നിട്ടുള്ളത് 2017 ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS ഒക്കെ നേതൃത്വത്തിൽ വന്നുള്ള കമ്മീഷനാണ് അതെന്നുള്ള ഓർത്തിരിക്കുക. സോ ഇത് 2 കമ്മീഷൻസിൻ്റെയും ഹെഡ് ആരാന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വർഷങ്ങളും ഏകദേശം ഐഡിയ ഉണ്ടാവണം എന്നുള്ളതും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ശരിയായ ഉത്തരം 1991 to 1993 ആണ്. ജയിൽ പരിഷ്കരണത്തിന് സർക്കാർ നിയമിച്ച പ്രധാന കമ്മീഷനാണ് എന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, 2017 ജയിൽ പരിഷ്കരണ കമ്മീഷനായിട്ട് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS ആയിരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ 2 കമ്മീഷൻസ് ആണ്. അത് കൃത്യമായിട്ട് 2ഉം പഠിച്ചിരിക്കണം എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ദിവസം കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് മാനേജ്മെൻറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, 2010 ഉത്തരം. അതായത് കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെൻറ്റ് ആക്ട് ആണ്. സോ ഈ ആക്ടിൻ്റെ അണ്ടറിലാണ് പിന്നീട് 2014 നമുക്ക് കറക്ഷൻസ് സർവീസ് മാനേജർ റൂൾസ് ഒക്കെ വരുന്നുണ്ട്. അതായത് ജയിലായിട്ട് ബന്ധപ്പെട്ട് റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജയിലിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ജയിൽ പ്രവർത്തിക്കേണ്ടത്, തടവുകളിലുള്ള അവകാശങ്ങൾ, കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കുണ്ട് 2014. സോ അത് വരാനുള്ള അതിൻ്റെ പാരൻ്റ് ആക്ട് എന്നപോലെ നിലനിൽക്കുന്നത് 2010 കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് എന്നാണെന്നുള്ള ഓർത്തിരിക്കുക. കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി പ്രിസൺ എന്ന് പറയുന്ന സബ്ജക്റ്റൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഷെഡ്യൂൾ 7 നമുക്ക് 3 ലിസ്റ്റുകളുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ആൻഡ് യൂണിയൻ ലിസ്റ്റ്. ഇതിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് നമ്മുടെ പ്രിസൺ ആൻഡ് കറക്ഷൻ സോംസ് ഒക്കെ നിലവിലുള്ള എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകൾക്ക് അവരുടേതായ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ആക്ടും കാര്യങ്ങളും പ്രിസണുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. സോ
ഇത് ചോദിക്കാൻ സാധ്യതകളാണ്. അപ്പം പ്രിസണൊക്കെ ഏത് ലിസ്റ്റിലാണ് ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് എന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, സോ അതിൻ്റെ മിക്ക ബേസിസിലാണ് 2010 നമുക്ക് കേരള പ്രിസൺ ആൻഡ് മാനേജ്മെൻറ്റ് ആക്ട് ഒക്കെ വന്നിട്ടുള്ളത്. അതിനു മുമ്പേ 1958 ആദ്യത്തെ ആക്ടും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതും ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് മാനേജ്മെൻറ്റ് ആക്ട് വന്നത് 1958 എന്നുള്ളതും ഓർത്തിരിക്കുക. സോ നമുക്ക് ഇന്ത്യക്ക് 1894 ഇന്ത്യൻ പ്രിസൺ ആക്ട് ഉണ്ടെന്നുള്ള ഓർത്തിരിക്കുക. 2023 നമ്മൾ അത് മോഡേണൈസ് ചെയ്യാൻ വേണ്ടി ആക്ടും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് പാസ്സായിട്ടില്ല. ഓക്കെ, അതും ജസ്റ്റ് നോർമൽ ഉണ്ടായാൽ മതി. ഓക്കെ, കേരള പ്രിസൺസ് റൂൾ ആദ്യമായി നിലവിൽ വന്നത് 1958 ഞാൻ നേരത്തെ പറഞ്ഞ 1958 ആദ്യമായിട്ട് നമുക്ക് പ്രിസൺസ് റൂളൊക്കെ കേരളത്തിൻ്റേതായിട്ട് വന്നിട്ടുള്ളത്. പിന്നീട് 2010 ആക്ട് വന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നത് 2040 എന്നുള്ളത് ഓർത്തിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വർഷങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, ദെൻ തടവുകാർക്ക് നിയമസഹായത്തിനുള്ള അവകാശം ഭരണഘടനയുടെ ഏത് അനുച്ഛേദവും പ്രകാരം മൗലിക അവകാശമാണെന്നുള്ളത്. തടവുകാർക്ക് നിയമസഹായത്തിനുള്ള അവകാശം, അതായത് തടവുകാർക്കും ഡിഗ്നിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കും അവകാശങ്ങളുണ്ട്. സോ അത് ഏത് അനുച്ഛേദത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളതാണ്. അനുച്ഛേദം 21 ആർട്ടിക്കിൾ 21 നമ്മുടെ ജീവനും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് നമ്മൾ പറയുന്നത്, ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അല്ലേ. അപ്പം അതാണ് ആർട്ടിക്കിൾ 21 എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, 32 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്, നമ്മൾ റിട്ടുകളെ കുറിച്ചൊക്കെ പറയുന്നതാണ്. ആർട്ടിക്കിൾ 19 എന്നൊക്കെ പറഞ്ഞ ഏതാ, നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെയാണ്. ആർട്ടിക്കിൾ 14 സമത്വത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ശരിയ ഉത്തരം അനുച്ഛേദം 21. ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായാണ് തടവുകാരുടെ മൗലിക അവകാശങ്ങൾ പരിഗണിക്കപ്പെടുന്നത് എന്നുള്ള ഓർത്തിരിക്കുക. തടവുകാർക്ക് അന്നേരം റൈറ്റ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978 കേസിലൊക്കെ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 21 പറയുന്ന നിയമത്തിൻ്റെ സാധ്യത ഇല്ലാതെ ഒരാളുടെ ലൈഫിനെയോ പേഴ്സണൽ ലിബർട്ടിനെയോ ഒന്നും ഹനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അതുപോലും ആ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ പോലും കൃത്യമായിട്ട് ഫെയർ ആൻഡ് ജസ്റ്റ് ആയിരിക്കണം, കൃത്യമായിട്ട് നീതിയുക്തമായിരിക്കണം എന്നുള്ളത് കോടതി മേനകാ ഗാന്ധി കേസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ സുനിൽ ബത്ര വേഴ്സസ് യൂണിയൻ ഓഫ് ഡൽഹി അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ സോളിറ്ററി കൺഫൈൻമെൻറ്റ്, അതായത് കരുതൽ തടങ്കലും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് അതിലും ഇത് ഉണ്ടെന്നുള്ളതാണ്, റൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. സോ ആർട്ടിക്കിൾ 21 ആ റൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി തിരുവിതാംകൂറിലെ ജയിലുകളുടെ ആദ്യ ഭരണ റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 1862-63 സമയത്താണ് ഈ ഭരണ റിപ്പോർട്ട് വന്ന, അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അത് ആരുടെ സമയത്തായിരുന്നു എന്നുള്ളതാണ്, ഏത് ദിവാൻ്റെ സമയത്തായിരുന്നു എന്നുള്ളതാണ്. ടി മാധവ റാവുവിൻ്റെ സമയത്താണ് എന്നുള്ളവർക്ക്. ആയില്യം തിരുനാളായിരുന്നു അന്നേരം രാജാവായിട്ടുണ്ടായിരുന്നു. 1860-1880 വരെ ട്രാവൻകൂറൊക്കെ ഭരിച്ച ആയില്യം തിരുനാളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ടി മാധവറാവു ആണ് ദിവാനായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, 1862-63 കാലത്താണ് ആദ്യത്തെ ജയിൽ ഭരണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. തിരുവനന്തപുരത്ത് ഒരു പ്രിൻസിപ്പൽ ജയിൽ ഉണ്ടായിരുന്നതായി ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഡിവിഷണൽ ജയിലുകളും നിലവിലുണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ജില്ലാ കോടതികളോട് ചേർന്ന് അക്കാലത്ത് സബ് ജയിലുകൾ പ്രവർത്തിച്ചിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടാണ് 1862-63 അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് എന്നുള്ള ഓർത്തിരിക്കുക. അത് ടി മാധവറാവിൻ്റെ സമയത്താണ് വന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അടുത്ത നിരാലംബരായ തടവുകാർക്ക് ജയിലിൽ നിന്നും വിടുതൽ ചെയ്യുമ്പോൾ പണം നൽകാൻ ഉത്തരവിട്ടത് ആരാണെന്നാണ് ചോദ്യം. ഏത് രാജാവാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, സോ അത് ഓർമ്മയിലുണ്ടാകണം. ഓക്കെ, 1890 ഈ ചരിത്രപരമായ ഉത്തരവ് ശ്രീമൂലം തിരുനാൾ പ്രഖ്യാപിച്ചത്. ശ്രീമൂലം തിരുനാൾ എപ്പോഴായിരുന്നു? 1885-1924 വരെ ട്രാവൻകൂർ ഭരിച്ച രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. അദ്ദേഹത്തിൻ്റെ സമയത്താണ് 1890 ഈ ചരിത്രപ്രധാനമായ ഉത്തരവ് വന്നിട്ടുള്ളത് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, തടവുകാർക്ക് അവരുടെ വീടുകളിൽ എത്തുന്നതിനുള്ള യാത്രാ ചെലവിനായി പണം നൽകിയിരുന്നു. കുറച്ചും കൂടി ഡിഗ്നിഫൈഡ് ആയിട്ട് തടവുകാരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇതുവഴിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതും ഓർത്തിരിക്കുക. 1904 അതായത് 1904 സെൻട്രൽ ജയിലിൽ വനിതാ തടവുകാർക്കായി പ്രത്യേക ബ്ലോക്കും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് സ്ഥാപിച്ചു എന്നുള്ളതും ഓർത്തിരിക്കുക. ആ വർഷം ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ജയിൽ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായി ആസ്ഥാന കാര്യാലയത്തിന് പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഏതാണെന്നാണ്. ഓക്കെ, അത് സ്റ്റേറ്റ് പ്രിസൺ കൺട്രോൾ റൂമാണ് എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, ഇത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ജയിലുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പ്രധാന ചുമതല എന്നുള്ള ഓർത്തിരിക്കാം. ജയിൽ ആസ്ഥാന കാര്യാലയത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഓർത്തിരിക്കുക. അതായത് ജയിൽ ആസ്ഥാനം എവിടെയാണ്? പൂജപ്പുരയിലാണെന്നുള്ള ഓർത്തിരിക്കുക അല്ലേ. സാങ്കേതിക സഹായത്തിനായി ഒരു ടെക്നിക്കൽ സെല്ലും കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആദ്യത്തെ ജയിൽ IG ആയി നിയമിതരായ സീനിയർ ജയിൽ സൂപ്പർവൈസർ ആരാണെന്നാണ് ചോദ്യം. ശ്രീ AV ജോൺ ആണ് എന്നുള്ള ഓർത്തിരിക്കുക. 1953 അദ്ദേഹം വന്നിട്ടുള്ളതെന്ന് ഓർത്തിരിക്കാം. അതായത് നമുക്ക് ജയിൽ വകുപ്പിൻ്റെ മേധാവി. ഓക്കെ, അത് ആദ്യ സമയത്തൊക്കെ IG ആയിരുന്നു കേട്ടോ. ജയിൽ IG എന്നായിരുന്നു ഇതിൻ്റെ പേര് എന്നുള്ള ഓർത്തിരിക്കുക. ജയിൽ ഇൻസ്പെക്ടർ ജനറൽ എന്നായിരുന്നു ആ ടൈറ്റിലിൻ്റെ പേര്. അങ്ങനെ ആദ്യമായിട്ട് വന്നത് AV ജോൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, സോ 1953 ഇദ്ദേഹം ജയിൽ IG ആയിട്ട് ചുമതലയേറ്റു. ഏറ്റവും സീനിയറായ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ആയിരുന്നു അദ്ദേഹം ആ സമയത്ത്. അതുവരെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനായിരുന്നു IG യുടെ ചുമതല ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കലി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൻ്റെ
സൂപ്രണ്ടായിട്ട് വരുന്ന ആരാണോ അദ്ദേഹത്തിനായിരുന്നു IG ചുമതല. പിന്നീടാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പോലെ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു IG ഹെഡായിട്ട് വന്നിട്ടുള്ള അദ്ദേഹം AV ജോൺ ആണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ ആരാ ബൽറാം കുമാർ ഉപാധ്യായ IPS ആണ് എന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് അതിന് പേരൊക്കെ മാറ്റി ജയിൽ DGP അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ ആൻഡ് കറക്ഷൻസ് എന്ന് കൃത്യമായിട്ട് മാറ്റി എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, കൊച്ചിയിലെ ജയിൽ ഭരണത്തിന് ചുമതല വഹിച്ചിരുന്ന സൂപ്രണ്ടായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്നാണ് ചോദ്യം. അത് റോബിൻസൺ ആണ്. ഓക്കെ, 1892 ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ റോബിൻസൺസിനെ സൂപ്രണ്ടായി നമ്മൾ നിയോഗിച്ചതെന്നുള്ള ഓർത്തിരിക്കുക. 1890 എറണാകുളത്തൊരു സെൻട്രൽ ജയിൽ സ്ഥാപിതമായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റോബിൻസനെ സൂപ്രണ്ടായിട്ട് നിയോഗിച്ചത് എന്നുള്ളതും കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി തടവുകാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ ആരാണെന്നാണ് ചോദ്യം. ആരാ? ചീഫ് വെൽഫെയർ ഓഫീസർ ആണ്. ഓക്കെ, വെൽഫെയർ തടവുകാരുടെ ക്ഷേമം, അപ്പോൾ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരാ? ചീഫ് വെൽഫെയർ ഓഫീസർ. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, തടവുകാരുടെ മാനസിക പരിവർത്തനം ക്ഷേമത്തിനുമായാണ് ഇദ്ദേഹം മുൻഗണന നൽകുന്നത് എന്നുള്ള ഓർത്തിരിക്കാം. തിരുത്തൽ സേവനങ്ങൾക്ക് കറക്ഷണൽ സർവീസിന് കീഴിലുള്ള പരിപാടികൾ ഇദ്ദേഹം നിയന്ത്രിക്കുന്നു. ഓക്കെ, വ്യക്തിപരമായ കുടുംബപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തടവുകാരെ സഹായിക്കുന്നതൊക്കെ, അതായത് ഓവറോൾ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള കറക്ഷണൽ സർവീസായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ വെൽഫെയർ ഓഫീസർ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, കേരളത്തിലെ ജയിൽ വകുപ്പിന് കീഴിലുള്ള മേഖലകൾ എത്രയാണ്? കൃത്യമായിട്ട് ഇത് അറിഞ്ഞിരിക്കണം. 3 മേഖലകളാണ് നമ്മുടെ ജയിൽ വകുപ്പിന് കീഴ് എന്നുള്ള ഓർത്തിരിക്കാം. 3 സോൺസ് ആണ് നമുക്ക് ജയിൽ വകുപ്പിന് കീഴിൽ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദക്ഷിണ, മധ്യ, ഉത്തര മേഖലകൾ എന്നാണ് അതിൻ്റെ ഡിവിഷൻസ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. സൗത്ത്, സെൻട്രൽ ആൻഡ് നോർത്ത് എന്നാണ്. ഓക്കെ, ഓരോ സോണിൻ്റെ ചുമതല ഓരോ DIGക്കാണ് എന്നുള്ള ഓർത്തിരിക്കുക. DIGക്കാണ് എന്നുള്ള ഓർത്തിരിക്കുക. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലാണ് ഓരോ സോണിൻ്റെയും ചുമതല എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ടൈറ്റിൽ കൃത്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ DIGക്കാണ്, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലാണ് ഓരോ സോണിൻ്റെയും ചുമതല. 1981 ഈ മേഖലാ സംവിധാനം നിലവിൽ വന്നതെന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, അന്ന് AIG തസ്തികയാണ് സൃഷ്ടിച്ചത്. അതായത് AIG അസിസ്റ്റന്റ് IG തസ്തികയാണ്. പിന്നീട് നമുക്കിപ്പോൾ പേരുമാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ജയിൽ ഹെഡിന് തന്നെ നമുക്ക് പേരുമാറ്റമൊക്കെ വന്നത്. അതിൻ്റെ ബേസിസിലാണ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ എന്ന DIG എന്ന ടൈറ്റിലേക്ക് മാറുന്നത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാപ്പ നിയമപ്രകാരമുള്ള കുറ്റവാളികളെ പ്രധാനമായും പാർപ്പിക്കുന്നത് എവിടെയാണ്? അതായത് നമ്മുടെ കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 2007 ആണ് കാപ്പ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മീൻസ് കാപ്പ നിങ്ങൾക്കറിയാം, അതായത് ഒരുപാട് ഈ മീൻസ് ക്രിമിനൽസ് ഹാബിച്വൽ ഒഫൻഡേഴ്സായ ക്രിമിനൽസും കാര്യങ്ങളൊക്കെയാണ് ഈ കാപ്പ ആക്ടിൻ്റെ ഒക്കെ അണ്ടറിൽ വരിക. ഓക്കെ, എപ്പോഴും സ്ഥിരമായിട്ട് ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ അവരെ എന്തായാലും പാർപ്പിക്കുന്ന കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ജയിലുകളായിരിക്കും, അല്ലെ കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് സെക്യൂരിറ്റി ഉള്ള ജയിലുകളായിരിക്കും. അപ്പം അത് സെൻട്രൽ ജയിലാണെന്നുള്ള അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് അങ്ങനെ പഠിച്ചാൽ മതി. അതൊക്കെ ലോജിക്കലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റേണ്ടതാണ്. കാപ്പ നിയമം എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ അന്നേരം ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്ക് പത്രത്തിലൊക്കെ എപ്പോഴും കേൾക്കുന്നതായതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ശരിയായ ഉത്തരം സെൻട്രൽ ജയിലാണെന്ന് ഓർത്തിരിക്കുക. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടാണ് 2007 വന്ന ആക്ടാണ് കാപ്പ എന്നുള്ള ഓർത്തിരിക്കുക. ഇത്തരം കുറ്റവാളികളെ കരുതൽ തടവിലാക്കുന്നതിനാണ് സെൻട്രൽ ജയിലുകൾ ഉപയോഗിക്കുന്നത് അറിഞ്ഞിരിക്കണം. സെൻട്രൽ ജയിലുകളിൽ ഉയർന്ന സുരക്ഷാ സംവിധാനം നമുക്കറിയാം. സൈനിക ശിക്ഷ ലഭിച്ചവരെയും ഇതേ ജയിലുകളാണ് പാർപ്പിക്കുന്നത് എന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, തിരക്ക് കൂടുമ്പോൾ സബ് ജയിലുകളിൽ റിമാൻഡ് തടവുകാരും സെൻട്രൽ ജയിലിലേക്ക് മാറ്റാറുണ്ട്. പക്ഷേ നോർമലി ഒരുപാട് ഹയർ ലെവൽ ഓഫ് ക്രിമിനൽ കേസുകളൊക്കെ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സെൻട്രൽ ജയിലിലേക്ക് വരിക എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ നമ്മൾ അടുത്ത പാർട്ടിൽ വീണ്ടും കാണുന്നതായിരിക്കും. ഫസ്റ്റ് പാർട്ടിൽ ഇത്രേ ഉള്ളൂ. അടുത്ത പാർട്ടിൽ ഒരു 20 ക്വസ്റ്റ്യൻ PYQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്.